അങ്ങനെ ലോകമെമ്പാടും ഒരു ഗംഭീര സിനിമ നമുക്ക് മുന്നിലേക്ക് ഇന്നേ ദിവസം എത്തിയിരിക്കുകയാണ്. അല്ലു അർജുന്റെ പുഷ്പ 2 എന്ന ചിത്രം. സൗത്ത് നോർത്ത് ഭേദമില്ലാതെ ഇന്ത്യൻ സിനിമാ പ്രേമികൾ സമീപകാലത്ത് ഒന്നാകെ കാത്തിരുന്ന ചിത്രമാണ് പുഷ്പ 2. 2021 പുറത്തെത്തി വൻ വിജയം നേടിയ പുഷ്പയുടെ സ്വീക്കൽ എന്ന് തന്നെയാണ് ഈ പ്രീ റിലീസ് ഹൈപ്പിന് കാരണമായതും. ഇപ്പോഴത്തെ ആരാധകരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ പ്രതികരണം ഗംഭീര പോസിറ്റീവ് തന്നെയാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. കാരണം അല്ലു അർജുൻ ആരാധകരായിരിക്കുമല്ലോ കയറിയതും. ആന്ധ്രാപ്രദേശിൽ പുലർച്ചെ 1 മണി മുതൽ പുഷ്പ 2വിന്റെ ആദ്യ പ്രദർശനം ആരംഭിച്ചെങ്കിലും കേരളത്തിൽ പുലർച്ചെ 4 മണിക്കായിരുന്നു ആദ്യ ഷോകൾ. 3 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമാണ് ചിത്രത്തിന്. ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം ലഭിക്കുന്ന പ്രതികരണങ്ങൾ എത്തിയതും. അപ്രതീക്ഷിത ട്വിസ്റ്റുകളും ടേണുകളും സമ്മാനിക്കുന്ന ചിത്രത്തിന്റെ മറ്റൊരു പ്ലസ് ആക്ഷൻ സീക്വൻസുകളാണെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ തരൺ ആദർശ് എക്സിൽ കുറിക്കുകയുണ്ടായി. ചിത്രത്തിന്റെ കൂടെ സമയദൈർഘ്യം ഒഴിവാക്കാനാവുമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും നവീൻ നൂലിയുടെ എഡിറ്റിംഗ് അത്രയും നന്നായിട്ടുണ്ടെന്നും തരൺ പറഞ്ഞിട്ടുണ്ട്. അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രശ്മിക മന്ദന എന്നിവരുടെ പ്രകടനത്തെയും അഭിനന്ദിക്കുന്നുണ്ട് അദ്ദേഹം. എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോയും കഴിഞ്ഞ് മൂന്നാമത്തെ ഷോയിലൊക്കെ എത്തുമ്പോഴേക്കും ചിത്രത്തിന്റെ റിവ്യൂകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് കങ്കുവ എന്ന ചിത്രം വലിയ രീതിയിൽ നമ്മൾ തള്ളിക്കളഞ്ഞിരുന്നു മലയാളി പ്രേക്ഷകർ. പാസം എന്ന രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മറ്റൊരു പാസമാണ് വന്നിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത്. പുഷ്പ 2ലും എത്തി ഒരു ചെറിയച്ചൻ പാസം എന്ന പുതിയൊരു എൻട്രി കൂടി ഇന്ന് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ കിട്ടിയിരിക്കുന്നു എന്നാണ് പലരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടെത്തുന്നത്. വളരെ പ്രതീക്ഷയോടെയാണ് കണ്ടത്. ആദ്യമൊക്കെ തിയേറ്ററിൽ നല്ല ഓളമായിരുന്നു. പിന്നെ കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരെത്തും പിടിയും ഇല്ല. ഇതൊരുമാതിരി സ്ക്രിപ്റ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്തതുപോലെ തോന്നി. വരുന്നവനും പോകുന്നവനും ഒക്കെ നായകന്റെ വില്ലന്മാർ. അവർ അടിക്കും, നാണം കെടുത്തും, അതൊക്കെ സഹിച്ച് പ്രതികരിക്കാതെ നിന്നിട്ട് മിനിറ്റുകൾക്ക് ശേഷം തിരിച്ചടിക്കുന്ന നായകകഥാപാത്രം എന്ന ക്ലീഷേ എലമെന്റ്സ് കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ. അതുപോലെ ഒരു ലോജിക്കുമില്ലാത്ത ഫൈറ്റ് സീൻസ്, 2 കൈയും കാലും കെട്ടിയിട്ട ഒരാൾ അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അനാവശ്യമായി കുത്തിക്കയറ്റിയ ഒരു ലോഡ് പാസം കാരണം സെന്റി സീനുകൾ കാണിക്കുമ്പോൾ കൂവലും ചിരിയുമായിരുന്നു. എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്ന് തോന്നിപ്പോയി. അന്ന് കങ്കുവ കണ്ടപ്പോൾ ഇമാതിരി പണ്ണൽ ഇനി ആർക്കും പറ്റൂല എന്ന് തോന്നിയത് തിരുത്തേണ്ട സമയമായി എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അല്ലു അർജുന്റെ ഏറ്റവും ഹൈപ്പിൽ വന്ന ചിത്രം പുഷ്പ 2 ശരാശരിയിൽ താഴെ നിൽക്കുന്ന ഒരു ചലച്ചിത്രാനുഭവമാണെന്ന് പ്രേക്ഷകർ വിധിയെഴുതുകയാണ് ഈ അവസരത്തിൽ. പുഷ്പ 1ന്റെ അതേ പാത പിന്തുടർന്ന് വന്ന പുഷ്പ 2 കണ്ടിരിക്കാമെങ്കിലും പ്രതീക്ഷിച്ച അത്ര ഇമ്പാക്ട്, മാസ് മൊമെന്റ്സ് ഇല്ല എന്നതും അതിനെ പിന്നോട്ട് വലിക്കുന്നു. മാസ് മസാല എന്റർടൈൻമെന്റ് പടം ആകുമ്പോൾ ഒരിടത്ത് പോലും പുറകോട്ട് വരാൻ പാടില്ലല്ലോ. എന്നാൽ ചിത്രം ചിലയിടത്ത് ഹൈ തരുന്നുണ്ടെങ്കിലും പോകെ പോകെ തണുത്തു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. മികച്ച 1-ാം പകുതിയും ആവേശം കുറവുള്ള 2-ാം പകുതിയും ഒട്ടും ആവശ്യമില്ലാത്ത ക്ലൈമാക്സും ചേർന്നപ്പോൾ സിനിമ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ നിൽക്കുന്നു. എങ്കിലും വളരെ മോശം ചിത്രമൊന്നുമല്ല പുഷ്പ 2, അത്രമാത്രം. കിടിലൻ ഫൈറ്റ് സീക്വൻസ് ചിത്രത്തിലുണ്ട്. ഒരു കുടുംബ സീരിയൽ പോലെയൊക്കെ ആയോ എന്ന് തോന്നിപ്പോയി ചിലപ്പോഴൊക്കെ. പുഷ്പ 1 നല്ല അടിപൊളിയായി എൻജോയ് ചെയ്ത പടമാണ്. അല്ലു അർജുൻ പതിവ് പോലെ പുഷ്പരാജായി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ല എഫർട്ട് കഥാപാത്ര രൂപീകരണത്തിനായി അല്ലു എടുത്തിട്ടുണ്ട് എന്നത് വ്യക്തം. ഫൈറ്റ് സീനുകളിൽ ഒക്കെ അല്ലു തകർത്തുവാരി. പക്ഷേ ഇമോഷണൽ സീനുകളിലേക്ക് വരുമ്പോൾ നാടകീയമായ പ്രകടനമാണ്. ശ്രീവല്ലിയായി രശ്മിക മോശമായില്ലെങ്കിലും 2-ാം പകുതിയിൽ ചിലയിടത്ത് വെറുപ്പിച്ചു. ഫഹദ് ഫാസിൽ ഒരു പടിക്ക് ഓവർ ആയിരുന്നില്ലേ എന്നൊരു സംശയം. വിചാരിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒട്ടും പവർഫുൾ അല്ലാത്ത ഒരു വില്ലനെ പോലെ തോന്നി ഫഹദ്. 1-ാം പാർട്ടിൽ നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ പാളിപ്പോയത് ഫഹദിന്റെ കഥാപാത്ര രൂപീകരണമാണ്. കൂട്ടുകാരനായ ജഗദീഷ് ഭണ്ഡാരി നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് രാവു രമേശിന്റെ പ്രകടനമാണ്. സുനിൽ, അനസൂയ, ജഗപതി ബാബു എന്നിങ്ങനെ നീണ്ട നിര തന്നെ ചിത്രത്തിലുണ്ട്. ദേവിശ്രീ പ്രസാദ് നൽകിയ പാട്ടുകളിൽ ഫീലിംഗ് നല്ല ഓളം ആയിരുന്നു. പുഷ്പരാജ് എന്ന പാട്ടും ഓക്കെയാണ്. ബാക്കി പാട്ടുകളൊക്കെ മോശം. പശ്ചാത്തല സംഗീതം നന്നായിട്ടുണ്ട്. ദേവിശ്രീ പ്രസാദിന്റെ ഒപ്പം അഡീഷണൽ ബിജിഎമായി സാം സിയസിന്റെ പേരും ഉണ്ട്. പടത്തിന്റെ ബിജിഎം വർക്ക് നല്ലതാണ്. ക്യാമറ വിഷ്വൽസ് ഒക്കെ ഗംഭീരമായിരുന്നു. ചിലയിടത്ത് VFX പാളിയിട്ടുണ്ട്. റോപ്പ് ഉപയോഗിച്ചുള്ള ചില സീനുകൾ നല്ല ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായിരുന്നു. 3 മണിക്കൂറും 20 മിനിറ്റും ഉണ്ട് സിനിമ. പല സീനുകളിലും കട്ട് ചെയ്ത് കളയാമായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. 2-ാം പകുതി കുറേയിടത്ത് ലാഗ് വന്നു. പുഷ്പ 1ലെ പോലെ ഈഗോ വെച്ചുള്ള വേരിയേഷൻ തന്നെയാണ് സംവിധായകൻ സുകുമാർ എഴുതിയിരിക്കുന്നത്. എന്നാൽ പുഷ്പ 1ൽ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതിന് സാധിച്ചിട്ടില്ല. ആകെ മൊത്തത്തിൽ അല്ലു അർജുന്റെ ആക്ഷന് വേണ്ടി ചുമ്മാ ഒരു വട്ടം കാണാം എന്നതല്ലാതെ ഒരു ഹൈ തരാതെ അവസാനിക്കുകയാണ് പുഷ്പ 2. കണ്ട പ്രേക്ഷകന് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഒട്ടും വർക്കായിട്ടില്ല എന്നും പറയുന്നു. പിന്നെ ആഘോഷ സിനിമകൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടമാകാത്തതും ഒക്കെ പേഴ്സണലി ഉള്ള അഭിപ്രായങ്ങളാണ്. നാരായണൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പുഷ്പ 2വിന്റെ അഭിപ്രായമാണ് ഇങ്ങനെ പങ്കുവച്ചത്.